ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. പണ്ട് മുതലേ തന്നെ ടീച്ചിങ് ജോബ് ഗേൾസിന് എന്ന് പറഞ്ഞിട്ടൊരു വെയ്പ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സും ഉണ്ടാകും ടീച്ചിങ്ങിൽ കൂടി. മാത്രമല്ല കറക്റ്റ് ടൈമിൽ വീട്ടിലെത്തും. പിന്നെ വീട്ടിലെ ജോലിയും അതുപോലെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. എന്നാൽ UAE ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരിക്കലും പറ്റില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് ഫുൾ ടൈം വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കണം. പിറ്റേ ദിവസത്തെ ലെസൺസ്, അതുപോലെ ലെസൺ പ്ലാനിങ്, പിന്നെ എക്സിക്യൂഷൻ ബൈ PPT, ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്ലറിക്കൽ വർക്കുകളും ഒക്കെ നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിൽ കൂടി ഓടുന്നുണ്ടാവും. സോ നമ്മൾക്ക് ഒരു ഫുൾ ടൈം ജോബ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയായി മാറും ടീച്ചിങ്. കാരണം 24 hours നമ്മൾ അതിലേക്ക് തന്നെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ChatGPT വരുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് മുഖേന നമുക്ക് കുറേ അധികം ടൈം മാനേജ് ചെയ്യാനും ഇതിനു വേണ്ടി എടുക്കുന്ന ലെസൺ പ്ലാനിങ്ങിന് വേണ്ടി എടുക്കുന്ന ടൈം റിഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഇത് വെരി സ്മാർട്ടാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലെക്ചറിങ്, അല്ലേ? സോക്രട്ടീസ് പല കോട്ടുകളും പറഞ്ഞിട്ടുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല, കുട്ടികൾ എന്ത് ചിന്തിക്കണമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ഉള്ള ലേണിംഗ് എന്ന് പറയുന്നത്. വി ഷുഡ് റിമെമ്പർ ദ കോട്ട് ഓഫ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഹി സെഡ്, ടെൽ മീ, ഐ forgot. ടീച്ച് മീ, ഐ റിമെമ്പർ. ഇൻവോൾവ് മീ, ഐ ലേൺ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ChatGPT എന്ന് പറയുന്ന ഗൂഗിൾ പ്ലാറ്റ്ഫോം AI ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ടോപ്പിക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുക. 5E മെത്തേഡ്സിൽ, അതായത് നമ്മൾ 5E മെത്തേഡ്സ് ക്ലാസ്സിൽ യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? എൻഗേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ, ഇവാലുവേഷൻ, എക്സ്റ്റെൻഡ്, ഇങ്ങനെ തുടങ്ങിയ ടാസ്കുകളെല്ലാം ഈ ഒരു 5E മെത്തേഡ്സോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് മൊമെൻറ്റം ആസ് എ ടോപ്പിക്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് മൊമെൻറ്റം 5E മെത്തേഡ് ലെസൺ പ്ലാൻ ഫോർ 40 minutes. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈച്ച് സ്റ്റെപ്പ്, അതായത് ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റീസും അതിൻ്റെ ഉള്ളിൽ വരുന്ന ബോഡി പാർട്ടിൽ വരുന്ന ആക്ടിവിറ്റീസും ഈവൻ എൻഡിൽ വരുന്ന ഇവാലുവേഷൻ ക്രൈറ്റീരിയാസും എക്സ്റ്റൻഡ് ടാസ്കും അടക്കം നമുക്കൊരു ലെസൺ പ്ലാൻ ടൈപ്പ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഔട്ട്ലൈൻ, ഒരു മാപ്പിംഗ് നടത്തുവാണ്. ഇൻട്രൊഡക്ഷനിൽ ഈ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഐഡിയാസും കിട്ടുന്നതോടെ നമുക്ക് ലെസൺ പ്ലാനിങ് ഇറ്റ് വിൽ ബി വെരി ഈസി. നമ്മുടെ ഐഡിയാസും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ലെസൺ പ്ലാൻ റെഡിയാക്കാം. PPT നമ്മൾ എന്തായാലും സ്വന്തമായിട്ട് തന്നെ റെഡിയാക്കണം. അത് ബേസ് ചെയ്ത് ഉണ്ടാക്കണം. PPT ഉണ്ടാക്കാനല്ല ഒത്തിരി ടൈം ചിലവാകുന്നത്. നമ്മൾ തിങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഒത്തിരി ടൈം എടുക്കുന്നത്. അതായത് ഒരു ടോപ്പിക് എങ്ങനെ ഓർഗനൈസ് ചെയ്യും ഈ ഒരു 40 minutes എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിനി ചിന്തിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ChatGPT നമുക്ക് ചെയ്തു തരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ ആപ്പ് സ്റ്റോറിലേക്ക് പോയി, ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, അവിടെ ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ChatGPT കിട്ടും. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡായിട്ട് വരാൻ നല്ല ഇൻ്റർനെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഇൻ്റർഫേസ് കാണുന്നത്. ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോം, ലെറ്റ്സ് ഗോ, ChatGPT, ലെറ്റ്സ് എക്സ്പ്ലോർ, ലെറ്റ്സ് കൊളാബറേറ്റ് എന്നൊക്കെ വരുന്നുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെയും ഇത് യൂസ് ചെയ്യാം, ഗൂഗിൾ യൂസ് ചെയ്തിട്ട് കേട്ടോ. ലാപ്ടോപ്പിലൊക്കെ ഗൂഗിളിൽ ChatGPT അടിച്ച് ഓൺലൈനായിട്ട് തന്നെ യൂസ് ചെയ്യാം. ബട്ട് എപ്പോഴും ബെറ്റർ ഫോണിൽ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പണായി വന്നു. ഇമെയിൽ ID വെച്ചിട്ട് വേണം സൈൻ ഇൻ ചെയ്യാൻ, എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഇമെയിൽ ID വെച്ച് സൈൻ ചെയ്തു. ലെസൺ പ്ലാൻ വെലോസിറ്റി ഫോർ 40 minutes എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി മുഴുവനും നമ്മുടെ ആ ലെസൺ പ്ലാൻ മുഴുവനും ഓർഗനൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ലെസൺ ടൈറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് വെലോസിറ്റി എന്ന് കൊടുക്കണം. ഒബ്ജക്റ്റീവ്സ് എഴുതിയിട്ടുണ്ട്. മെറ്റീരിയൽസ് റിക്വയർഡ്, ഇൻട്രൊഡക്ഷൻ പാർട്ട്,
മെയിൻ കോണ്ടൻറ്റ് എല്ലാം വരുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടാണ് വരുന്നത് വിത്ത് ടൈം. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് വൈറ്റ് ബോർഡ് വേണം, മാർക്കേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മെയിൻ കണ്ടൻറ്റ് 20 മിനിറ്റ്സിലേക്കുള്ളതാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഒരു ലെസൺ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷേ ഒബ്ജക്റ്റീവ് മാത്രം അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ എന്നുള്ള ഹൈ ലെവലിലുള്ളത് മാറ്റി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡിസ്കഷൻ്റെ പാർട്ട് 5 മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൺക്ലൂഷൻ, അസസ്മെൻറ്റ് എന്ത് കൊടുക്കണം, ഹോംവർക്ക്, ഓക്കെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് PPT ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലെസൺ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പോൾ കണ്ടോ, മെയിൻ കോണ്ടൻറ്റിൽ പഠിപ്പിക്കേണ്ട കാര്യം, വെലോസിറ്റിയുടെ ഇക്വേഷൻ അടക്കം എല്ലാം നമുക്ക് ChatGPT ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ചും കൂടി സ്പെസിഫിക് ആവണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്രേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ IB കരിക്കുലോ ബ്രിട്ടീഷ് കരിക്കുലോ ഒക്കെ ആണെങ്കിൽ ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. ലെസൺ പ്ലാൻ ബേസ്ഡ് ഓൺ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്കഷൻ വച്ചിട്ട് എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നതെന്നാണ്. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണല്ലോ, ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ടോപ്പിക് ഇല്ല, വിത്തൗട്ട് ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ 5 മിനിറ്റ്സിൽ എന്തൊക്കെ ചെയ്യണം, സെറ്റിംഗ് ഗ്രൗണ്ട് റൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ സെലക്ടിങ് എ ടോപ്പിക്, മെയിൻ ഡിസ്കഷൻ, അസസ്മെൻറ്റ്, ഹോംവർക്ക്, നോട്ട്സ്, എവറിത്തിങ് ഈസ് ഗിവൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലാൻ എന്നുള്ളത്. ഇവിടെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് AI ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ഇന്നോവേറ്റീവ് ലെസൺ പ്ലാൻ്റെ ഐഡിയാസ് നമുക്ക് അറിയണമെന്ന് വെച്ചോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഗൂഗിളിൽ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്രീലി അവൈലബിൾ അല്ല ലെസൺ പ്ലാൻസ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി തപ്പി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ChatGPT ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ കണ്ടോ, ക്ലാസ് റൂം പോഡ്കാസ്റ്റും, സയൻസ് എക്സ്പെരിമെൻ്റ് അറ്റ് ഹോം, ഇൻട്രാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ്, വിർച്വൽ ഫീൽഡ് ട്രിപ്സ്, കോഡിംഗ് ചലഞ്ചസ്, ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ്സ്, ആർട്ടിസ്റ്റിക് മാത്ത്, ബുക്ക് ടു മൂവി കമ്പാരിസൺസ്, കമ്മ്യൂണിറ്റി പ്രോബ്ലം സോൾവിങ്, ക്ലിനറി സയൻസ്, ഇതൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇതെല്ലാം ആപ്റ്റ് എന്നുള്ളതും കൂടി അവർ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇവിടെ ChatGPTയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ ടീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. സോ ഇങ്ങനെ എഡ്യൂക്കേഷൻ്റെ സൈഡിൽ നിന്നും എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ChatGPT വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡെയിലി ലെസൺസിൽ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ടീച്ചേഴ്സിൻ്റെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, എന്തൊരു കാര്യത്തിലും ChatGPT വച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ChatGPT നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രണ്ട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർക്കും ഒരു ഉപകാരമാവും. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye bye dears.